നമസ്കാരം. മനുഷ്യൻ അങ്ങേയറ്റത്തെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടുന്നു, അതിൽ നിന്ന് എങ്ങനെ കരകയറുന്നു എന്നതിൻ്റെ വളരെ ആഴത്തിലുള്ള ഒരു വിശകലനത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. വളരെ എനർജറ്റിക്കായിട്ടുള്ള, എന്നാൽ അത്രത്തോളം തന്നെ ഇമോഷണലായ ഒരു ടോപ്പിക്കാണിത്. കാരണം ജീവിതം നമ്മെ വല്ലാതെ തളർത്തുമ്പോൾ ആ തകർച്ചകളിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരികെ വരുന്നു എന്നതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. നിങ്ങൾ എത്ര ടാലന്റഡ് ആണെങ്കിലും ശരി, എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെങ്കിലും ശരി, പരാജയങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നിങ്ങൾക്ക് 100% ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ചില സമയങ്ങളിൽ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ജീവിതത്തിൽ തീരെ അപ്രതീക്ഷിതമായതും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ സംഭവിക്കാം. അതൊരു തരം റിയാലിറ്റിയാണ്. ആർക്കും അതിൽ നിന്ന് എളുപ്പം ഒഴിഞ്ഞു മാറാനാകില്ല. ഈ തകർച്ചകൾ പല രൂപത്തിലാവാൻ വരുന്നത് അല്ലേ? അത് വൈകാരികമായോ അല്ലെങ്കിൽ ആത്മീയമായുള്ള തളർച്ചയാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിഞ്ഞുപോയ നിങ്ങളുടെ ബിസിനസ്സാകാം, അതുമല്ലെങ്കിൽ യാതൊരു ബാലൻസുമില്ലാതെ നിങ്ങളെ നോക്കി പല്ലിളിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആകാം. നിങ്ങൾക്ക് ശാരീരികമായി വയ്യാതാകാം, മാനസികമായി തളർന്നു പോകാം, ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയം തന്നെ നുറുങ്ങിപ്പോയേക്കാം. പ്രശ്നം എന്തായാലും ഈ ഓരോ തകർച്ചയും നമ്മളിൽ വളരെ ആഴത്തിലുള്ള ചില പാടുകൾ അവശേഷിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ക്രൂഷ്യലായൊരു കാര്യമുണ്ട്. ഈ തകർച്ചയോ പ്രതിസന്ധിയോ അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ എൻഡ് പോയിന്റ് തീരുമാനിക്കുന്നത്. ആ തകർച്ച നിങ്ങളിൽ അവശേഷിപ്പിക്കുന്ന ആ അടയാളം വിജയത്തിൻ്റെതാകണോ അതോ പരാജയത്തിൻ്റെതാകണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ഈ തകർച്ച നിങ്ങളുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിൽ നമ്മൾ നിർബന്ധമായും എടുക്കേണ്ട ഒരു ചോയ്സാണിത്. അങ്ങനെ നമ്മൾ നമ്മുടെ വിശകലനത്തിന്റെ ആദ്യത്തെ പ്രധാന ഘട്ടത്തിലേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പുകളുടെ താഴ്വര, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ഒരു നിർണായക ഘട്ടം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. ഒരു വശത്ത് വിവേകത്തിൻ്റെയും കൃതജ്ഞതയുടെയും വിശ്വാസത്തിൻ്റെയും വളരെ പോസിറ്റീവായ ശബ്ദം, മറുവശത്തോ ഉത്കണ്ഠയുടെയും പരാതിയുടെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെയും ശബ്ദം. ഇവിടെ സത്യം എന്താണെന്നോ നിങ്ങൾ എന്തിലൂടെ കടന്നുപോകുന്നു എന്നതല്ല, മറിച്ച് ഈ രണ്ട് ശബ്ദങ്ങളിൽ നിങ്ങൾ ഏത് ശബ്ദത്തിനാണ് കൂടുതൽ കാതോർക്കുന്നത് എന്നതാണ് നിങ്ങളുടെ സർവൈവൽ നിശ്ചയിക്കുന്നത്. ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. വേദനകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഒളിച്ചോടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. തകർച്ചകളുണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഓടിയൊളിക്കാതെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയും ആ വേദനയെ നേരിടുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുണ്ടല്ലോ, അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാവിയുടെ വാതിലുകൾ തുറക്കുന്നത്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള താക്കോലെന്ന് പറയുന്നത് ആ വേദനയെ ഫേസ് ചെയ്യാനുള്ള നിങ്ങളുടെ ധൈര്യം മാത്രമാണ്. നിങ്ങളുടെ ജീവിതം തകർന്നടിയുമ്പോൾ അത് ഉപേക്ഷിക്കാനും പിന്മാറാനുമുള്ള ഒരു കാരണമായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലേ? എന്നാൽ അതല്ല സത്യം. തകർന്നു പോകുക എന്നത് വാസ്തവത്തിൽ നിങ്ങളെ തന്നെ ഒന്നുകൂടി ബിൽഡ് ചെയ്യാനുള്ള ഒരു കിടിലൻ അവസരമാണ്. ഇത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കും, കൂടുതൽ ബുദ്ധിമാന്മാരാക്കും, കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ഇത് നിങ്ങളെ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരും സ്ഥിരതയുള്ളവരുമാക്കി മാറ്റും. സത്യത്തിൽ ഓരോ തകർച്ചയും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്കുള്ള വലിയൊരു കുതിപ്പാണ്. അവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ടു പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ കാരണമെന്താണ്? നിങ്ങൾ എന്തിനുവേണ്ടിയാണ് ഇതെല്ലാം സഹിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ആ ഉത്തരം കണ്ടെത്തിയാൽ പിന്നെ ഏതു വലിയ തകർച്ചയും അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകും, ഉറപ്പാണ്. അതെ, ആ കാരണം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങളുടെ ജീവിതത്തിലെ ആ രോഗത്തെയോ ആ വലിയ ദുരന്തത്തെയോ നോക്കി നിങ്ങൾ പറയണം, എനിക്കിതിനെ തോൽപ്പിക്കാൻ കഴിയും, ഞാനിതിനെ തോൽപ്പിക്കും, എനിക്കത് ചെയ്തേ മതിയാകൂ, കാരണം എനിക്ക് ജീവിക്കാൻ ഒരു കുടുംബമുണ്ട്. നിങ്ങളുടെ ഈ അചഞ്ചലമായ വിശ്വാസമുണ്ടല്ലോ, അത് മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഈ ഏറ്റവും കഠിനമായ നിമിഷങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള യാതൊരു സപ്പോർട്ടും ആവശ്യമില്ല എന്നതാണ് മറ്റൊരു വലിയ സത്യം. ഇതിന് നിങ്ങൾക്ക് വലിയ വലിയ ഡിഗ്രികളൊന്നും ആവശ്യമില്ല, ഒരുപാട് പണം ആവശ്യമില്ല, മറ്റുള്ളവരുടെ വലിയ പിന്തുണയും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ ഇതിൽ നിന്ന് പുറത്ത് കടക്കും എന്ന് പറയുന്ന ആ ഒരൊറ്റ തീരുമാനമേ ഇതിനാവശ്യമുള്ളൂ. നിങ്ങളെ തടയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന സത്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അടുത്തതായി നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് പൂർണ്ണമായും ഒരു യുദ്ധമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റുണ്ട്. അതാണ് സ്റ്റേയിങ് പവർ അഥവാ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. സാധ്യതകൾ എത്ര കുറവാണെങ്കിലും പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ഓടിയൊളിക്കില്ലെന്നും പിന്മാറില്ലെന്നും അവിടെ തന്നെ ഉറച്ചുനിന്ന് പൊരുതുമെന്നുമുള്ള നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റാണിത്. സാഹചര്യങ്ങൾക്കെതിരെയുള്ള സമ്പൂർണമായൊരു ചെറുത്തുനിൽപ്പ്. ആ പോരാട്ടം നമ്മൾ തുടങ്ങുകയാണ്. ക്യാൻസറിലൂടെ പൊരുതി മുന്നേറുക, വിവാഹമോചനത്തിന്റെ വേദനകളിലൂടെ പൊരുതി മുന്നേറുക,
പഠനത്തിലെ പ്രതിസന്ധികളിലൂടെ പൊരുതി മുന്നേറുക. അതുപോലെ നിങ്ങളുടെ കരിയറിലെ പ്രതിസന്ധികളിലൂടെയും പൊരുതി മുന്നേറുക. ഇത് നിങ്ങളുടെ പോരാട്ടമാണ്. നിങ്ങളാണ് ജയിക്കേണ്ടത്. ഇനി നമ്മൾ ഈ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തളരാതെ നിൽക്കുക. നിങ്ങൾ എത്ര വലിയ വേദനയിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉറപ്പ് ഇതാണ്. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എന്തിനേക്കാളും, ഏത് പ്രതിസന്ധിയേക്കാളും വലിയൊരു കരുത്ത് അല്ലെങ്കിൽ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറത്തുള്ള സാഹചര്യങ്ങളേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ചൈതന്യം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഭയാനകവും ഇരുണ്ടതുമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പൊരുതി പുറത്തു കടക്കുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല എന്നതാണ്. ആ പോരാട്ടം നിങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താകാൻ വേണ്ടി ജനിച്ചുവോ, നിങ്ങളുടെ ഏറ്റവും അന്തിമവും ശക്തവുമായ ആ രൂപത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. പൊരുതുക എന്ന ആ ഒരൊറ്റ തീരുമാനമാണ് നിങ്ങളെ ആ രൂപത്തിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മുന്നിലുള്ള വഴി ഇപ്പോൾ വളരെ വ്യക്തമാണ്. ആ ചോയ്സ് നിങ്ങളുടേതാണ്. ഈ തകർച്ചയെയും പ്രതിസന്ധിയെയും നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? അതോ നിങ്ങളുടെ എല്ലാ കരുത്തുമെടുത്ത് തളരാതെ എഴുന്നേറ്റ് നിന്ന് പോരാടുമോ? തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങട്ടെ. നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.